വെടിനിർത്തൽ ധാരണ റഷ്യൻ പ്രസിഡന്റ് വൈകിപ്പിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വോളഡിമർ സെലൻസ്കിയും ഇതേ നിലപാടെടുത്തിരുന്നു. വൈകാതെ പുടിന് ചർച്ചകളുടെ ഭാഗമാകേണ്ടി വരുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. യുക്രൈൻ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ പങ്കെടുത്ത 26 യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗത്തിലാണ് സ്റ്റാമർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, യുക്രൈനിൽ ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് വീണ്ടും ചില അസ്വാരസ്യങ്ങൾ, നിലപാട് മാറ്റം ഉടലെടുക്കുന്നത്. തീർച്ചയായും വിഷ്ണു, ഈ ശാശ്വത സമാധാനത്തിൻ്റെ വഴിയിലാണ് ഇത്തരത്തിൽ നേരത്തെ ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലുള്ള അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 26ഓളം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു യോഗം, ഒരു വെർച്വൽ യോഗമാണ് നടന്നത്. ആ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. നേരത്തെ വന്ന വളരെ കൃത്യമായൊരു നിലപാടായിരുന്നു, റഷ്യ ഇന്നല്ലെങ്കിൽ നാളെ വെടിനിർത്തലിനെ അനുകൂലിക്കേണ്ട സാഹചര്യമുണ്ടാവും, അവർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നായിരുന്നു അല്പസമയം മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞത്. മറ്റൊരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്, ഈ വെർച്വൽ സമ്മിറ്റിൽ സുരക്ഷാ ഗ്യാരണ്ടി, അതായത് യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നും അത് നടപ്പാക്കുമെന്നും പറഞ്ഞിരുന്നു. അത് ഈ യോഗത്തിലും ആ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അത് ഓപ്പറേഷണൽ ഫേസ്, അതല്ലെങ്കിൽ അത് നടപ്പാകാൻ പോകുന്നു, അത്തരത്തിലുള്ള സൈനിക സഹായങ്ങൾ ലഭ്യമാക്കുന്ന നീക്കങ്ങൾ നടപ്പാകാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കെയർ സ്റ്റാമർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ $2.7 മില്യൺ ചില സൈനിക ഇടപാടുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സൈനിക സഹായം നൽകുന്നതിന് 2.5% അഡീഷണൽ അലൊക്കേഷൻ നൽകുക സൈന്യത്തിൻ്റെ ചെലവിലേക്ക്, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ സ്റ്റാമറുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അത് യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ളൊരു നീക്കങ്ങളായിരുന്നു. അത്തരത്തിൽ യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൺസോർഷ്യം ശ്രമിക്കുന്നത് എന്നതാണ് ഗൗരവമേറിയൊരു വിഷയം. അത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞത്, യുക്രൈനിലെ സമാധാന പുനഃസ്ഥാപനം അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്ന ആ ഉത്തരവാദിത്വം അമേരിക്കയുടേത് മാത്രമായി കണക്കാക്കാനാവില്ല എന്ന കൃത്യമായ നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള യോഗങ്ങളും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. യുക്രൈന് സൈനിക സഹായം അമേരിക്ക നിർത്തലാക്കി അത് പുനഃസ്ഥാപിക്കുമെന്ന ചില നിലപാടുകളെല്ലാം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഈ സൈനിക സഹായം ഉൾപ്പെടെ നൽകുന്നതിനുള്ള നീക്കങ്ങളാണ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ബ്രിട്ടൻ പിന്തുണയ്ക്കുന്ന, ബ്രിട്ടൻ ഒത്തുചേർത്ത രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുക്രൈനെ ഈ വെടിനിർത്തൽ സാധ്യമാകുകയാണെങ്കിൽ, അതായത് 30 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമാകുകയാണെങ്കിൽ, അപ്രതീക്ഷിതമായ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ശക്തമായി തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ നിലപാടാണ് സ്റ്റാമറുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സൈനിക സഹായം നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ സൈനിക സഹായം എന്ന് പറയുന്നത് പ്രത്യക്ഷമായ സൈനിക സഹായവും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ കൈമാറ്റവും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഡാറ്റകളും. നമുക്കറിയാവുന്നതാണ്, ഈ ആധുനിക യുദ്ധതന്ത്രത്തിലെല്ലാം തന്നെ വിമാനങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും പ്രയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സാറ്റലൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ വളരെ പരമപ്രധാനമാണ് പ്രതിരോധം തീർക്കുന്നതിന്. അത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നതിനുള്ള ഡാറ്റ ലഭ്യമാക്കുന്നതിനുള്ള ആ ഒരു സംവിധാനം പോലും ട്രംപ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു യുക്രൈനുമായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലാണോ ഈ ചർച്ചകൾ നടന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും സൈനിക സഹായം നൽകുന്നതിനുള്ള സാമ്പത്തിക പിന്തുണ ഒരുക്കുന്നതിന് 26 രാജ്യങ്ങളും തയ്യാറാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള സംഭവവികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. പുടിനുമായി സംസാരിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പുടിനുമായി സംസാരിച്ച സംഭവമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒന്നൊന്നായി ഇത്തരത്തിൽ വെടിനിർത്തലിനെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക, കൃത്യമായ വെടിനിർത്തൽ ധാരണയിലെത്താനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്ന നീക്കം വളരെ കൃത്യമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ തന്നെ നേരിട്ട് ഇടപെട്ട് 2400ഓളം വ്യക്തികളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ 2400ഓളം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ട്രാവൽ ബാനും അതുപോലെ തന്നെ യാത്രാവിലക്ക് ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ മറ്റു ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, അത്തരത്തിലുള്ള പട്ടിക തയ്യാറാക്കുകയും അത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഇതെല്ലാം തന്നെ റഷ്യയെ കൂടുതൽ റഷ്യക്കാരായ യൂറോപ്യൻ യൂണിയൻ്റെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളിലെ റഷ്യൻ പൗരന്മാരുടെയും റഷ്യൻ പൗരന്മാരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഉപരോധവും അതുപോലെ തന്നെ ട്രാവൽ ബാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. അത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സമ്മർദ്ദത്തിലാക്കുക
റഷ്യ എന്ന കൃത്യമായൊരു സ്ട്രാറ്റജി നടപ്പാക്കുന്നുണ്ട്. ഈ സ്ട്രാറ്റജി നടപ്പാക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് റഷ്യയെ നിർബന്ധിക്കുക എന്നാണ്. അത്തരത്തിലൊരു സമാധാന ചർച്ചയിലേക്ക് റഷ്യ എത്തുകയാണെങ്കിൽ, നേരത്തെ റഷ്യ പറഞ്ഞിരുന്ന കാര്യം ഏറെ ഗൗരവമുള്ളതാണ്. അതായത് എന്താണോ ഈ പ്രശ്നത്തിന് അടിസ്ഥാന കാരണം, 3 വർഷം മുമ്പ് യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണത്തെ പരിഹരിക്കേണ്ടതുണ്ട്. അത് കൃത്യമായും ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല കക്സ് റീജിയനിലെ ചില സെറ്റുകളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും അത്തരത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ട്രംപ് അത്തരം വലിയൊരു സൈനിക സംവിധാനങ്ങൾ, സൈനിക വ്യൂഹം നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം യുക്രൈനിലും അതുപോലെ റഷ്യൻ അതിർത്തിയിലുമുണ്ട്. ഈ പ്രശ്നം അത് വലിയൊരു വിഷയമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ കലാപവും മനുഷ്യക്കുരുതിയുമായി അത് മാറുമെന്ന് ട്രംപ് തന്നെ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും ചേർന്ന് വരുന്നു, എല്ലാം ഒരു വേദിയിലേക്ക് എത്തുന്നു. അത് വിർച്വലി ഒരു യാഥാർത്ഥ ഫിസിക്കലി ഒരു വേദിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടി എല്ലാം ഒരു വേദിയിലേക്ക് ചർച്ചകൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ ഇന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. സ്വാഭാവികമായും ഇത് വെടിനിർത്തലിനുള്ള ഒരു അനുകൂല ഘടകമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച ഈ ആശങ്കയും പുറത്തു വരുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.